In this video, we are going to discuss about contract of guarantee. എന്താണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി? അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ, ഒരു വ്യക്തിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പേരിട്ട് വിളിക്കാം. രാമുവിന് ഒരു 10 കോടി രൂപ ആവശ്യമുണ്ട്. അദ്ദേഹത്തിന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് കാര്യം 10 കോടി രൂപ ആവശ്യമുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ക്യാഷ് ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പക്കലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് 10 കോടി രൂപ നമുക്ക് പണം തരാൻ ആർക്കാണോ കഴിവുള്ളത് നമുക്കറിയാം, അയാൾ അപ്രോച്ച് ചെയ്യും, നമ്മൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? കടം വാങ്ങും. ഇതാണ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ബാങ്കിനെ അപ്രോച്ച് ചെയ്യും. പല സോഴ്സുകളുണ്ട്. ഓക്കെ, രാമുവിനെ ആകെ അറിയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അംബാനിയാണ്. ഓക്കെ, അതായത് അദ്ദേഹത്തിന് ഒരു 10 കോടി രൂപ ആവശ്യമുണ്ട്. ആ ഒരു 10 കോടി രൂപ തരാൻ കഴിയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അംബാനിയാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും രാമു എന്ത് ചെയ്യും? അംബാനിയെ അപ്രോച്ച് ചെയ്യുന്നു. അംബാനിയോട് പറയുന്നു, എനിക്ക് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് 10 കോടി രൂപ ആവശ്യമുണ്ട്, അംബാനി അദ്ദേഹം തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു, ഒരു അപേക്ഷ കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും അംബാനി രാമുവിനൊന്നിങ്ങനെ നോക്കും. എന്നിട്ട് പറയും, രാമു, നിന്നെ എനിക്ക് പരിചയമില്ല. രാമുവിന് അംബാനിയെ പരിചയമില്ല. അംബാനിയെ എല്ലാവർക്കും പരിചയമുണ്ടല്ലോ, പക്ഷേ രാമുവിനെ അംബാനിക്ക് എന്തുണ്ടാവില്ല? പരിചയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്ത് ധൈര്യത്തിലാണ് 10 കോടി രൂപ രാമു എന്നുള്ള വ്യക്തിക്ക് അംബാനി കൊടുക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും രാമുവിന് 10 കോടി രൂപ കിട്ടിയേ മതിയാവും. അത് തരാൻ ആകെ കഴിവുള്ള ഒരാൾ എന്ന് പറയുന്നത് അംബാനിയാണ്. ഓക്കെ, അംബാനി കൊടുക്കാനും തയ്യാറാണ്. പക്ഷേ അംബാനിക്കൊരു സംശയം, രാമുവിനെ അംബാനിക്ക് അറിയില്ല, രാമുവിന് അത് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നറിയില്ല. വലിയൊരു തുകയാണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ രാമു എന്ത് ചെയ്യും? അംബാനിക്ക് പരിചയമുള്ള, രാമുവിനും പരിചയമുള്ള ഒരു ആളെ എന്ത് ചെയ്യും? ഒരു ഗ്യാരണ്ടിയറായിട്ട് എന്ത് ചെയ്യും? ഫിക്സ് ചെയ്യും. ഓക്കെ, ഇവിടെ ഗ്യാരണ്ടർ എന്ന് പറയുന്നത് ഷാറൂഖ് ഖാനാണ്, അതായത് ജാമ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കോൺട്രാക്റ്റ് വന്നു. ഷാറൂഖ് ഖാൻ പറയാണ് അംബാനിയോട്, രാമു എന്നുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, രാമുവിന് 10 കോടി രൂപ ആവശ്യമുണ്ട്, അത് അംബാനി എന്ത് ചെയ്യണം? രാമുവിന് നൽകണം. ഇൻ കേസ് രാമുവിനെങ്ങാനും ആ ഒരു 10 കോടി രൂപ റീപേ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റോട് കൂടി ഷാറൂഖ് ഖാനായ ഞാൻ എന്ത് ചെയ്യും? അംബാനിക്ക് പേ ചെയ്തു തരും. ഇതാണല്ലോ ജാമ്യം നിൽക്കുക എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്തു തരാം എന്ന് പറയുന്നതിനാണല്ലോ നമ്മൾ ജാമ്യം നിൽക്കുക, ഗ്യാരണ്ടി നിൽക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കോൺട്രാക്റ്റാണ്. അതായത് ഇവിടെ ഷാറൂഖ് ഖാനാണ് രാമുവിന് ഗ്യാരണ്ടർ ആയിട്ട് നിന്നിട്ടുള്ളത്. ഈ ഷാറൂഖ് ഖാനും അംബാനിയാണ് എന്ത് ചെയ്യുന്നത്? ക്യാഷ് രാമുവിന് കൊടുക്കുന്നത്. അപ്പോൾ ഷാറൂഖ് ഖാനും അംബാനിയും തമ്മിലുള്ള ഈ ഒരു കോൺട്രാക്റ്റിനെ പറയുന്നതാണ് എന്ത്? കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി രാമുവിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് വിളിക്കാം. അദ്ദേഹത്തിനാണല്ലോ ക്യാഷ് ആവശ്യമുള്ളത്, അയാളെ നമുക്ക് പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് വിളിക്കാം. അംബാനിയെ നമുക്ക് എന്ത് വിളിക്കാം? ക്രെഡിറ്റർ എന്ന് വിളിക്കാം. അദ്ദേഹമാണല്ലോ ക്യാഷ് കൊടുക്കുന്നത്, ക്യാഷ് കൊടുക്കുന്ന ആൾ ക്രെഡിറ്റർ. ഓക്കെ, ഇനി ഷാറൂഖ് ഖാനെ നമുക്ക് എന്ത് വിളിക്കാം? ഷുവർട്ടി എന്ന് നമുക്ക് വിളിക്കാം, അഥവാ ഗ്യാരണ്ടർ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ഇനി ഒരു വർഷത്തിലേ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനൊക്കെയാണ് എന്ത് ചെയ്ത് ഈ ഒരു കോൺട്രാക്ട്. 10 വർഷം കഴിഞ്ഞിട്ട് രാമുവിന് എന്ത് ചെയ്തില്ല? പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് അംബാനിക്ക് 10 കോടി രൂപ ഒപ്പം ഇൻട്രസ്റ്റും കൂടി റീപേ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആര് പേ ചെയ്യണം? ഷുവർട്ടി ആയിട്ടുള്ള ഷാറൂഖ് ഖാൻ പേ ചെയ്യണം. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക എന്താണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്നുള്ളത്. ഷുവർട്ടിയും ക്രെഡിറ്ററും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ് എന്ത്? കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. ആ ഒരു ഗ്യാരണ്ടി പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോൺട്രാക്റ്റ് ഷുവർട്ടി എൻറ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ലളിതമായിട്ട് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളിലേക്കും പോവാം. എന്താ ഡെഫിനിഷൻ നോക്കാം. എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഈസ് എ കോൺട്രാക്ട് ടു പെർഫോം ദ പ്രോമിസ് ഓർ ഡിസ്ചാർജ് ദ ലയബിലിറ്റി ഓഫ് എ തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട്. ഓക്കെ, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റാണ്. ടു പെർഫോം ദ പ്രോമിസ്, ഒരു പ്രോമിസ് പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാം. ആരുടെ? ഒരു തേർഡ് പേഴ്സൻ്റെ. ഇൻ കേസ് ഓഫ് ഈസ് ഡിഫോൾട്ട്, ആ ഒരു തേർഡ് പേഴ്സൺ ഡിഫോൾട്ട് വരുത്തിയ. നേരത്തെ പറഞ്ഞ കേസിൽ രാമു
രാമു ഒരു പ്രോമിസ് തരികയാണ്, 10 കോടി രൂപ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്, 10 വർഷം കഴിഞ്ഞാൽ അദ്ദേഹം റീപേ ചെയ്യാം എന്ന് അംബാനിക്കൊരു പ്രോമിസ് നൽകുകയാണ്. ആ ഒരു പ്രോമിസ് എങ്ങാനും രാമു ലംഘിച്ചാൽ ആര് പെർഫോം ചെയ്യണം? ഗ്യാരണ്ടർ പെർഫോം ചെയ്യണം. ഈ ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇത് ഒരിക്കലും ഒരു ക്യാഷുമായി ബന്ധപ്പെട്ട ഇടപാടിനല്ലെങ്കിലും നമുക്ക് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി നമുക്ക് നിശ്ചയിക്കാം, അല്ലേ? ജാമ്യം നിൽക്കുക നമ്മൾ ക്യാഷിന് മാത്രമല്ലല്ലോ. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരാൾ കേസിൽ എന്തെങ്കിലും അകപ്പെട്ടാൽ അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഗ്യാരണ്ടി നിൽക്കാം. ഓക്കെ, അപ്പം അങ്ങനെ പല കാര്യത്തിലും ഗ്യാരണ്ടി നിൽക്കാം. ക്യാഷിൻ്റെ കാര്യം, ക്രെഡിറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ്, എ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഇൻവോൾവ് 3 പാർട്ടീസ്. നമ്മൾ പറഞ്ഞു 3 പാർട്ടീസുകൾ ഉണ്ടാവും കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ. ഫസ്റ്റ് ദ ക്രെഡിറ്റർ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ക്യാഷ് കൊടുക്കുന്ന ആൾ, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ അംബാനി ഒരു ക്രെഡിറ്ററാണ്. പിന്നെ ഷുവർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്യാരണ്ടർ, അല്ലേ? അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഇങ്ങനെ 3 വ്യക്തികളാണുള്ളത്. ഷുവർട്ടി എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു ഗീവ്സ് ദ ഗ്യാരണ്ടി ഈസ് കാൾഡ് ദ ഷുവർട്ടി. ആരാണോ ഗ്യാരണ്ടി നൽകുന്നത് ആ ഒരു വ്യക്തിനെ വിളിക്കുന്ന പേരാണെന്ത്? ഷുവർട്ടി. പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂസ് ഡിഫോൾട്ട് ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ ഈസ് കാൾഡ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ആർക്കു വേണ്ടിയാണോ ഷുവർട്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി നിന്നിട്ടുള്ളത് അയാളെ വിളിക്കുന്ന പേരാണെന്ത്? പ്രിൻസിപ്പൽ ഡെപ്റ്റർ. അതുപോലെ തന്നെ ക്രെഡിറ്റർ, ദ പേഴ്സൺ ടു ഹൂം ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ ഈസ് കാൾഡ് ക്രെഡിറ്റർ. ആർക്കാണോ ഷുവർട്ടി ഗ്യാരണ്ടി നൽകിയിട്ടുള്ളത് ആ ഒരു വ്യക്തിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്രെഡിറ്റർ. ഇങ്ങനെ 3 പാർട്ടീസുകൾ ഉണ്ടാവും എന്ത്? കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടികൾ. ഒന്ന് ഷുവർട്ടി, പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. ഫസ്റ്റ് വൺ, 3 പാർട്ടീസ്. 3 പാർട്ടീസ് ഉണ്ടാവും എന്ത്? കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ. ആരൊക്കെയാണ്? ഒന്ന് ഷുവർട്ടി ഉണ്ടാവും, ക്രെഡിറ്റർ ഉണ്ടാവും, പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഇങ്ങനെ 3 പാർട്ടീസുകൾ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ് എന്ത്? കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. അതുപോലെ തന്നെ കൺസെൻറ്റ് ഓർ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്. എല്ലാ പാർട്ടീസും, ഈ 3 പാർട്ടീസും ഒരു ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഉണ്ടാവും, ഒരു കൺസെൻറ്റ്, പൂർണ്ണമായിട്ടുള്ള സമ്മതം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ കേസിൽ രാമുവിന് അംബാനീൻ്റെ കയ്യിൽ നിന്ന് കടം ലഭിക്കാൻ വേണ്ടിയിട്ട് ഷാറൂഖ് ഖാനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിന് ഗ്യാരണ്ടി നിന്നിട്ടുള്ളത്. ഇവിടെ ഷാറൂഖ് ഖാനെ ഒരിക്കലും ആ ഒരു കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവന്നത് തോക്ക് ചൂണ്ടിയിട്ടോ അല്ലെങ്കിൽ കൊയേഷനോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടോ ആവാൻ പാടില്ല. എല്ലാവർക്കും അതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമായിട്ട് അറിയണം. എല്ലാവർക്കും സെയിം ഉദ്ദേശം തന്നെ ആയിരിക്കണം. ഓക്കെ, അതാണ് കൺസെൻറ്റ് ഓർ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്. അടുത്താണ് എക്സിസ്റ്റൻസ് ഓഫ് ലാബിലിറ്റി. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ഒരു ലാബിലിറ്റി ഉണ്ടാവും. ആ ഒരു ലാബിലിറ്റിക്കാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഗ്യാരണ്ടി നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞ കേസിൽ രാമുവിന് മുകേഷ് അംബാനി കൊടുത്ത 10 കോടി രൂപ എന്ന് പറയുന്നതാണ് എന്ത്? ലാബിലിറ്റി. ആ ഒരു ബാധ്യതക്കാണ് ഷാറൂഖ് ഖാൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഗ്യാരണ്ടി നിന്നിട്ടുള്ളത്. അടുത്താണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ലാബിലിറ്റി. ഒരു ലാബിലിറ്റി 2 രീതിയിലുണ്ട് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ, പ്രൈമറിയും അതുപോലെ തന്നെ സെക്കൻഡറി ലാബിലിറ്റിയും. പ്രൈമറി ലാബിലിറ്റി എന്ന് പറയുന്നത് ആരുടെ ലാബിലിറ്റിയാണ്? പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ ആണ് എന്ത്? പ്രൈമറി ലാബിലിറ്റി. ഓക്കെ, സെക്കൻഡറി ലാബിലിറ്റി മാത്രമാണ് എന്ത്? ഷുവർട്ടിൻ്റെ. നമ്മൾ എക്സാമ്പിളായിട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം രാമുവാണ് അംബാനിയുടെ കയ്യിൽ നിന്ന് 10 കോടി രൂപ വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 10 കോടി രൂപ റീപേ ചെയ്യാനുള്ള പ്രൈമറി ലാബിലിറ്റി എന്ന് പറയുന്നത് രാമുവിനാണ്. ഓക്കെ, ഇനി രാമു പേ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമാണ് സെക്കൻഡറി ലാബിലിറ്റി ആയിട്ടുള്ള ഷാറൂഖ് ഖാൻ അതൊരു ലാബിലിറ്റി ആയി മാറുകയുള്ളൂ. ഓക്കെ, ഇങ്ങനെ 2 ലാബിലിറ്റികൾ ഉണ്ടാവും എന്ത്? കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ. അടുത്തതാണ് എസെൻഷ്യൽ ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്ന ഈ ഒരു കോൺട്രാക്റ്റിന്, എല്ലാ കോൺട്രാക്റ്റിനും ഒരു കോൺട്രാക്റ്റിന് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം അല്ലെങ്കിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ഒരു വാലിഡ് കോൺട്രാക്റ്റിന് വേണം, ആ ഒരു കാര്യങ്ങളൊക്കെ എന്തിനും വേണം? കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിക്കും വേണം. ഫോർ എക്സാമ്പിൾ, മൈനർ ആവാൻ പാടില്ല. അതെന്താണ്? ഒരു എസെൻഷ്യൽ എലമെൻ്റാണ് കോൺട്രാക്റ്റിൻ്റെ. ഇവിടെ എന്താകാൻ പാടില്ല? കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിലും മൈനർ ആവാൻ പാടില്ല പാർട്ടീസ്. ഓക്കെ, അങ്ങനെ പല ഒരു കോൺട്രാക്റ്റിന് ആവശ്യമായിട്ടുള്ള, ഒരു വാലിഡ് കോൺട്രാക്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിക്കും എന്താണ്? ബാധകമാണ്.
അടുത്താണ് നോ മിസ്റെപ്രസെൻറ്റേഷൻ, തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ പാടില്ല. നമുക്കറിയാം കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ 3 പാർട്ടീസാണ് ഉള്ളത്. ആ 3 പാർട്ടീസും തമ്മിൽ വളരെ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഒരു പാർട്ടിയെയും തെറ്റിദ്ധരിപ്പിച്ചിട്ട് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കപ്പെടാൻ പാടില്ല. അടുത്താണ് നോ കൺസീൽമെൻറ്റ്, ഒരു കാര്യവും മറച്ചു വെക്കാൻ പാടില്ല. ഓക്കെ, ഏതെങ്കിലും കാര്യം മിണ്ടാതിരുന്നിട്ട് ആരെയും തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ രാമുവിന് 10 കോടി രൂപ ബിസിനസ്സിന് ആവശ്യമുണ്ട് എന്നിട്ടുള്ളതാണ് ഷാറൂഖ് ഖാനോട് പറഞ്ഞിട്ടുള്ളത്. ഗ്യാരണ്ടറാണ് ഷാറൂഖ് ഖാൻ, ക്രെഡിറ്ററാണ് ആര്, മുകേഷ് അംബാനി. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ശരിക്കും അദ്ദേഹത്തിന് ബിസിനസ് തുടങ്ങാനല്ല, നിലവിലെ ബിസിനസ്സിൽ കടം വീട്ടാനാണ് ആവശ്യം, പണം ആവശ്യം. അത് ഷാറൂഖ് ഖാനോട് പറഞ്ഞിട്ടില്ല, വലിയൊരു ബാധ്യതയുള്ള കാര്യം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു, പ്രിൻസിപ്പൽ ഡെപ്റ്റർ അത് മറച്ചു വെച്ചു. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു കാര്യവും മറച്ചു വെക്കാൻ പാടില്ല. വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വ്യക്തമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കണം കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ. അടുത്താണ് ഷുവർട്ടീസ് ലാബിലിറ്റി മസ്റ്റ് ബി കണ്ടീഷണൽ. ഷുവർട്ടിക്ക് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ ഒരു ലാബിലിറ്റി ഉണ്ട്. ഏത് സമയത്ത് മാത്രമേ ലാബിലിറ്റി ഉണ്ടാവുള്ളൂ? ഇൻ കേസ് ഓഫ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ മേക്ക് ഡിഫോൾട്ട്. പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡിഫോൾട്ട് വരുത്തിയാൽ മാത്രമേ ഷുവർട്ടിക്ക് ലാബിലിറ്റി ഉണ്ടാവുള്ളൂ. നേരത്തെ പറഞ്ഞ കേസിൽ നമുക്കറിയാം പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയുന്നത് രാമു ആണ്. രാമു അംബാനിയുടെ കയ്യിൽ നിന്ന് 10 കോടി രൂപ കടം വാങ്ങി ഷാറൂഖ് ഖാനാണ് ഗ്യാരണ്ടി നിന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഷാറൂഖ് ഖാൻ എപ്പോഴും മാത്രമേ ലാബിലിറ്റി വരുള്ളൂ? രാമു അംബാനിക്ക് 10 കോടി രൂപ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ മാത്രമാണ്. ഓക്കെ, തിരിച്ചടക്കേണ്ട ബാധ്യത എന്ന് പറയുന്നത് രാമുവിനാണ്. രാമു അടച്ചില്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഷാറൂഖ് ഖാൻ അഥവാ ഷുവർട്ടിക്ക് ലാബിലിറ്റി ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് ഷുവർട്ടി ലാബിലിറ്റി മസ്റ്റ് ബി കണ്ടീഷണലാണ്. അത് എല്ലായ്പ്പോഴും ഉള്ള ഒരു കണ്ടീഷനാണ്. അടുത്താണെന്ത്? കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടി ഓർ ടൈപ്സ് ഓഫ് ഗ്യാരണ്ടി. ഫസ്റ്റ് വൺ, സ്പെസിഫിക് ഗ്യാരണ്ടി. വെർ എ ഗ്യാരണ്ടി ഈസ് ഗിവൺ ഫോർ എ സിംഗിൾ ആൻഡ് പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഓർ ഡെപ്റ്റ്, ഇറ്റ് ഈസ് കാൾഡ് സ്പെസിഫിക് ഓർ സിമ്പിൾ ഗ്യാരണ്ടി. അതായത് ഒരു സിംഗിൾ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഗ്യാരണ്ടി നിൽക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? സ്പെസിഫിക് ഗ്യാരണ്ടി ഓർ സിമ്പിൾ ഗ്യാരണ്ടി നമ്മൾ വിളിക്കും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എക്സാമ്പിൾ ഒരു 10 കോടി രൂപയുടെ ഒരു ഒറ്റ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഗ്യാരണ്ടി മറ്റൊരു വ്യക്തി നിന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെന്താണ്? സിമ്പിൾ ഗ്യാരണ്ടിയാണ് അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്യാരണ്ടിയാണ്. ഇനി അടുത്താണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ അല്ല, ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഗ്യാരണ്ടി നിൽക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. അതായത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി ഒരു ബാങ്കിൽ നിന്ന് കടം വാങ്ങുകയാണെങ്കിൽ അദ്ദേഹം വാങ്ങുന്ന കടത്തിനൊക്കെ മറ്റൊരു വ്യക്തി എന്ത് ചെയ്യാണ്? ഒരൊറ്റ സമയത്തല്ല, അദ്ദേഹം എന്നൊക്കെയാണോ നിങ്ങളെ ബാങ്കിൽ നിന്ന് കടം വാങ്ങുന്നത് ആ ഒരു കടം വാങ്ങുന്നതിനൊക്കെ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? ഗ്യാരണ്ടി നിന്ന് കൊടുക്കുകയാണ്. ഇതിന് നമ്മൾ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. അതവിടെ ഒരൊറ്റ ട്രാൻസാക്ഷൻ അല്ല, ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഗ്യാരണ്ടി നിൽക്കുക. അത് പല എക്സാമ്പിളുണ്ട്. ഒരു എക്സാമ്പിൾ, ഒരു റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി, ഓക്കെ, റെഗുലറായിട്ട് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുകയാണ് മറ്റൊരു കമ്പനിയിലേക്ക് വേണ്ടിയിട്ട്. അവിടെ എന്താണ്? ഒരു ഷുവർട്ടി അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി ഒരാൾ നിന്ന് കൊടുക്കുകയാണ്. എന്ത്? അയാൾ എന്നും നിങ്ങളെ കമ്പനിയിലേക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്ത് തരും. ഇൻ കേസ് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളെ കമ്പനിയിലേക്ക് അയാൾ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ ഷുവർട്ടി ആയിട്ടുള്ള ഞാൻ എന്ത് ചെയ്തു തരാം? സപ്ലൈ ചെയ്തു തരാം എന്നുള്ള രീതിയിലൊരു ഗ്യാരണ്ടി. ഇവിടെ എന്താണ്? ഒരു ദിവസത്തിന് വേണ്ടിയിട്ടല്ല, ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ റെഗുലറായിട്ട് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഒരൊറ്റ ഗ്യാരണ്ടി നിന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അതാണ് നമ്മൾ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ഒരു പീരീഡ് ഓഫ് ടൈം വരെ. അടുത്താണ് റിട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. റിട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി പറഞ്ഞാൽ ഗ്യാരണ്ടി എക്സിസ്റ്റിംഗ് ഡെപ്റ്റിന് എന്ത് ചെയ്യുക? ഗ്യാരണ്ടി നിന്ന് കൊടുക്കുക. ഓക്കെ, നിലവിൽ ഒരാൾ ബാങ്കിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ ബാങ്ക് റീപേ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക? ഗ്യാരണ്ടിയെ നിശ്ചയിക്കുക. ഓക്കെ, ഇന്ന ഡേറ്റിന് തരും, ആ ഒരു ഡേറ്റിന് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഷുവർട്ടി തരുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? നിലവിലെ ഡെപ്റ്റിന്, നിലവിലെ ഒരു ബാധ്യതയ്ക്ക്, ബാധ്യത ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പല്ല, ബാധ്യത ഉണ്ടായതിന് ശേഷം, ഒരു ഡെപ്റ്റ് ഉണ്ടായതിന് ശേഷം ഗ്യാരണ്ടറിനെ നിശ്ചയിക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? റെട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്ന് നമ്മൾ വിളിക്കുന്നത്. അടുത്താണ് പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി. ഓക്കെ, പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഡെപ്റ്റിന് വേണ്ടിയിട്ട് ഗ്യാരണ്ടി നിൽക്കുന്നതിനാണ് പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഭാവിയിൽ ഉണ്ടാവുന്ന കടത്തിന് എന്ത് ചെയ്യുക? ഒരു ഗ്യാരണ്ടി നിന്ന് കൊടുക്കുക.
അടുത്താണ് അബ്സല്യൂട്ട് ഗ്യാരണ്ടി. ഇതൊരു പൂർണ്ണമായ ഗ്യാരണ്ടിയാണ്. അതായത് ഒരു കണ്ടീഷനല്ല, അൺകണ്ടീഷണൽ പ്രോമിസാണ്, അൺകണ്ടീഷണലാണ്. അതവിടെ ഗ്യാരണ്ടർ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ത് കാര്യം ചെയ്താലും അതിനൊക്കെ ഗ്യാരണ്ടി ഒന്ന് കൊടുക്കുക. ഓക്കെ, ഇതാണ് അബ്സല്യൂട്ട് ഗ്യാരണ്ടി എന്ന് നമ്മൾ പറയുന്നത്. ഒരൊറ്റ ട്രാൻസാക്ഷൻ അല്ല, അയാളുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും എന്ത് ചെയ്യുക, ഒരു പൂർണ്ണമായിട്ടൊരു ആൾ എന്ത് ചെയ്യുക, ഗ്യാരണ്ടി കൊടുക്കുക. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഒരു മൈനറിൻ്റെ കേസിൽ, ഒരു കുട്ടീൻ്റെ കേസിൽ ഫാദർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഗ്യാരണ്ടിയാണ്. ആ കുട്ടി എന്ത് ചെയ്താലും ആര് ഉത്തരവാദിയായിരിക്കും? ആ ഒരു കുട്ടിയുടെ പിതാവ് ഉത്തരവാദി. ആ രീതിയിൽ ഒരു ഗാർഡിയൻ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യുക, ആർക്കെങ്കിലും ഗ്യാരണ്ടി നിന്ന് കൊടുക്കുന്നതിനാണ് അബ്സല്യൂട്ട് ഗ്യാരണ്ടി നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ 5 ടൈപ്സ് ഓഫ് ഗ്യാരണ്ടി ആണെന്ന്. സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ട്രാൻസാക്ഷന് എന്ത് ചെയ്യുക, ഗ്യാരണ്ടി നിൽക്കുക. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ, സിംഗിൾ അല്ല, സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ, നമ്പർ ഓഫ് ട്രാൻസാക്ഷന് ഗ്യാരണ്ടി നിൽക്കുക. റെട്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു എക്സിസ്റ്റിംഗ് ഡെപ്റ്റിന് ഗ്യാരണ്ടി നിൽക്കുക. പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഡെപ്റ്റിന് ഗ്യാരണ്ടി കൊടുക്കുക. അബ്സല്യൂട്ട് ഗ്യാരണ്ടി എന്ന് പറയുന്നത് അൺകണ്ടീഷണലായിട്ട് എന്ത് ചെയ്യുക, ഗ്യാരണ്ടി നിന്ന് കൊടുക്കുക. ആറാമത്താണ് കണ്ടീഷണൽ ഗ്യാരണ്ടി. ഇറ്റ് മീൻസ് എ ഗ്യാരണ്ടി വേർ ദ ഷ്യൂരിറ്റി പ്രോമിസ് ടു പേ ഇൻ കേസ് ഓഫ് സം ഇവൻറ്റ്. അതായത് ഒരു കണ്ടീഷൻ ബേസിലാണ് ഈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു ഇവൻറ്റ് നടന്നാൽ അവിടെ എന്താവും, കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി അപ്ലിക്കബിൾ ആവും. ഇനി ആ ഒരു ഇവൻറ്റ് നടന്നിട്ടില്ലെങ്കിൽ എന്താവില്ല, ആ ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി അപ്ലിക്കബിൾ ആവില്ല. ഇതാണ് കണ്ടീഷണൽ ഗ്യാരണ്ടി. ഏതെങ്കിലും ഒരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. രണ്ടാമത്താണ് ഫിഡിലിറ്റി ഗ്യാരണ്ടി. ഫിഡിലിറ്റി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് കണ്ടക്ട് അല്ലെങ്കിൽ ഹോണസ്റ്റി, ഒരാളുടെ സത്യസന്ധത, അയാളുടെ നല്ല നടപ്പ്, ഇതിനൊക്കെ സ്വഭാവം, ഇതിനൊക്കെ ഗ്യാരണ്ടി നിൽക്കുന്നതിനാണെന്ത്, ഫിഡിലിറ്റി ഗ്യാരണ്ടി നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ് ഗ്യാരണ്ടി. ലിമിറ്റഡ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ട്രാൻസാക്ഷന് ലിമിറ്റഡ് ആയിരിക്കും ആ ഒരു ഗ്യാരണ്ടി. ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രം ഗ്യാരണ്ടി നിൽക്കുന്നതിനാണ് ലിമിറ്റഡ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. എന്നാൽ അൺലിമിറ്റഡ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ട്രാൻസാക്ഷൻ അല്ല, അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ. ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷനും മറ്റൊരു വ്യക്തി എന്ത് ചെയ്യുക, ഗ്യാരണ്ടി നിൽക്കുക. ഇതിനെയാണ് നമ്മൾ അൺലിമിറ്റഡ് ഗ്യാരണ്ടി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത്രയാണ് കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടി. അടുത്താണ് റിവോക്കേഷൻ ഓഫ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. റിവോക്കേഷൻ മീൻസ് റദ്ദാക്കുക. എങ്ങനെയാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി റദ്ദാവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കണം എന്താണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷന് ഗ്യാരണ്ടി നിൽക്കുന്നതിനെയാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ മാറ്ററിനല്ല, ഒരു സീരീസ് ഓഫ് മാറ്റേഴ്സുകളുണ്ടാവും, സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസുകളുണ്ടാവും, അതിന് ഗ്യാരണ്ടി നിൽക്കുന്നതിനാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി റദ്ദാക്കുന്നത്? ഷ്യൂരിറ്റിക്ക് വേണമെങ്കിൽ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി റദ്ദാക്കാം. ഏതൊക്കെ സാഹചര്യത്തിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ബൈ നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ബൈ ദ സൊസൈറ്റി. എന്ത് ചെയ്യുക, ഒരു നോട്ടീസ് കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി, ഷ്യൂരിറ്റി ക്രെഡിറ്റർക്ക് എന്ത് ചെയ്യുക, ഒരു നോട്ടീസ് കൊടുക്കുക. ഇനി മുതൽ ഈ ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഞാൻ ബാധ്യത ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഗ്യാരണ്ടി നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഗ്യാരണ്ടർ അഥവാ ഷ്യൂരിറ്റി ക്രെഡിറ്ററിന് എന്ത് ചെയ്യുക, ഒരു കത്ത് എഴുതുക, ഒരു ലെറ്റർ എഴുതുക. അതുമൂലം ആ ഒരു കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാൻ കഴിയുന്നതാണ്, റിവോക്കേറ്റ് ചെയ്യാം. രണ്ടാമത്താണ് ബൈ ദ ഡെത്ത് ഓഫ് ഷ്യൂരിറ്റി. ഓക്കെ, ഷ്യൂരിറ്റീൻ്റെ മരണം. ഓക്കെ, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയിൽ ഒരു ഷ്യൂരിറ്റി ഉണ്ടാവും. ആ ഷ്യൂരിറ്റി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഇല്ല, അത് റിവോക്കേറ്റ് ചെയ്യും. അടുത്താണ് ബൈ മോഡ്സ് ഓഫ് ഡിസ്ചാർജിങ് ദ ഷ്യൂരിറ്റി. ഷ്യൂരിറ്റിക്ക് പല രീതിയിൽ എന്ത് ചെയ്യുക, ആ ഒരു കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഡിസ്ചാർജ് ചെയ്യുക, റിവോക്കേറ്റ് ചെയ്യുക. അതിൽ പറയുന്ന കുറച്ച് രീതികളാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയും. ജസ്റ്റ് നമ്മളെന്താ പേര് മാത്രമേ പറയുന്നുള്ളൂ. ബൈ നോവേഷൻ. രണ്ടാമത്തെ ബൈ വേരിയൻസ് ഇൻ ടേംസ് ഓഫ് കോൺട്രാക്ട്. തേർഡ് വൺ ബൈ റിലീസ് ഓഫ് ഓർ ഡിസ്ചാർജ് ഓഫ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ബൈ ക്രെഡിറ്റർ ആക്ട് ഓർ ഒമിഷൻ. ബൈ ലോസ് ഓഫ് സെക്യൂരിറ്റി. ഇങ്ങനെ ഈ ഒരു മാറ്റർ, ഇങ്ങനത്തെ ഈ ഒരു കാര്യങ്ങൾ സംഭവിച്ചാൽ എന്ത് ചെയ്യുക, ഷ്യൂരിറ്റിക്ക് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഇങ്ങനെയാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ത് ചെയ്യണത്, റിവോക്കേറ്റ് ചെയ്യണത്. ഒന്നെന്ത് ചെയ്യുക, നോട്ടീസ് കൊടുക്കുക. ആര് നോട്ടീസ് കൊടുക്കുക, ഷ്യൂരിറ്റി ക്രെഡിറ്ററിന് എന്ത് ചെയ്യുക, ഒരു നോട്ടീസ് കൊടുക്കുക. ഈ ഒരു ഗ്യാരണ്ടി ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് കൊടുക്കുക. രണ്ടാമത്തെ എന്ത്, ഷ്യൂരിറ്റീൻ്റെ മരണം. മൂന്നാമത്തെ ബൈ മോഡ്സ് ഓഫ് ഡിസ്ചാർജിങ് ദ ഷ്യൂരിറ്റി.
ഇനി അടുത്താണ് റൈറ്റ് ഓഫ് എ ഷുവറിറ്റി. എന്തൊക്കെയാണ് ഷുവറിറ്റീൻ്റെ റൈറ്റ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഷുവറിറ്റി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാക്കുക. ഗ്യാരണ്ടി നിൽക്കുന്ന ആൾ, അല്ലേ, ജാമ്യം നിൽക്കുന്ന ആളാണ് ഷുവറിറ്റി. അയാളുടെ റൈറ്റുകൾ എന്താണെന്നാണ് നോക്കുന്നത്. 3 രീതിയിൽ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ, റൈറ്റ് അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ. അടുത്ത് റൈറ്റ് അഗെയിൻസ്റ്റ് ദ ക്രെഡിറ്റർ, റൈറ്റ് അഗെയിൻസ്റ്റ് ദ കോ ഷുവറിറ്റി. ഓക്കെ, ഇനി റൈറ്റ് അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. റൈറ്റ് ടു സബ്രുഗേഷൻ, റൈറ്റ് ടു ഇൻഡെനിറ്റി. അടുത്ത് റൈറ്റ് അഗെയിൻസ്റ്റ് ദ ക്രെഡിറ്റർ 2ആയിട്ട് തരംതിരിക്കാം. റൈറ്റ് ടു സെക്യൂരിറ്റി, റൈറ്റ് ടു ക്ലെയിം സെറ്റ് ഓഫ്. അടുത്ത് റൈറ്റ് അഗെയിൻസ്റ്റ് കോ ഷുവറിറ്റി 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. റൈറ്റ് ടു ക്ലെയിം കോൺട്രിബ്യൂഷൻ, റൈറ്റ് ടു ഷെയർ ദ സെക്യൂരിറ്റി. ഇത്രയാണ് റൈറ്റ് ഓഫ് എ ഷുവറിറ്റി. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ, റൈറ്റ് ഓഫ് ദ ഷുവറിറ്റി അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഫസ്റ്റ് വൺ, അതിനകത്ത് ഫസ്റ്റ് വൺ റൈറ്റ് ഓഫ് സബ്രുഗേഷൻ. സബ്രുഗേഷൻ എന്നുള്ള ടേം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടേം തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്, റൈറ്റ് ഓഫ് സബ്രുഗേഷൻ. ഓക്കെ, അത് ഷുവറിറ്റിക്കുള്ള ഒരു റൈറ്റാണ് റൈറ്റ് ഓഫ് സബ്രുഗേഷൻ. ഓക്കെ, അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡിഫോൾട്ട് വരുത്തി, അതായത് ക്രെഡിറ്ററിന് കൊടുക്കാനുള്ള ക്യാഷ് അല്ലെങ്കിൽ ക്രെഡിറ്ററിന് ചെയ്തു കൊടുക്കേണ്ട കാര്യം പ്രിൻസിപ്പൽ ഡെപ്റ്റർ ചെയ്തില്ല. അപ്പോൾ ആര് സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യം ഏറ്റെടുക്കേണ്ടി വരും? ഷുവറിറ്റി ഏറ്റെടുക്കേണ്ടി വരും. ഓക്കെ, ഇങ്ങനെ ഷുവറിറ്റി ഏതെങ്കിലും ഒരു കാര്യം ഏറ്റെടുക്കുക അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ ഏതെങ്കിലും ഒരു ഡെപ്റ്റ് ഷുവറിറ്റി പേ ചെയ്താൽ പിന്നെ എല്ലാവിധ ഷുവറിറ്റി നേരത്തെ പ്രിൻസിപ്പൽ ഡെപ്റ്ററിനുള്ള എല്ലാ അവകാശങ്ങളും റൈറ്റുകളും ആർക്ക് പോവും? ഷുവറിറ്റിക്ക് ലഭിക്കും. അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ എല്ലാവിധ അവകാശങ്ങളും ഷുവറിറ്റിക്ക് ലഭിക്കും. ഇതാണ് റൈറ്റ് ഓഫ് സബ്രുഗേഷൻ. അടുത്താണ് റൈറ്റ് ടു ക്ലെയിം ഇൻഡെംനിറ്റി. ഓക്കെ, സ്വാഭാവികമായിട്ടും ഒരു പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡിഫോൾട്ട് വരുത്തി ഷുവറിറ്റി ക്രെഡിറ്ററിന് പേ ചെയ്യേണ്ടി വന്നു, ക്യാഷ് പേ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും ഷുവറിറ്റിക്ക് അവിടെ ഒരു നഷ്ടം ഉണ്ടാവും. ഓക്കെ, ആ ഒരു നഷ്ടം ആര് നികത്തണം? പ്രിൻസിപ്പൽ ഡെപ്റ്റർ നികത്തണം. ഇതാണ് റൈറ്റ് ടു ക്ലെയിം ഇൻഡെംനിറ്റി സെക്ഷൻ 145 പറയുന്നത്. അടുത്താണ് റൈറ്റ് ഓഫ് ഷുവറിറ്റി അഗെയിൻസ്റ്റ് ക്രെഡിറ്റർ. ക്രെഡിറ്ററുമായി എന്തൊക്കെയാണ് ഷുവറിറ്റിക്കുള്ള അവകാശങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, റൈറ്റ് ടു ക്ലെയിം സെക്യൂരിറ്റി. അതായത് ആഫ്റ്റർ പേയിങ് ദ ലാബിലിറ്റി ഓഫ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ ലാബിലിറ്റി ഷുവറിറ്റി പേ ചെയ്താൽ ഓക്കെ, സ്വാഭാവികമായിട്ടും പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ ചില ഡോക്യുമെൻറ്റ്സുകൾ ക്രെഡിറ്റർ കൈവശം വെച്ചിട്ടുണ്ടാവുമല്ലോ. അഥവാ ക്രെഡിറ്റർ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് ക്യാഷ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ ചില ഡോക്യുമെൻറ്റ്സ്, എക്സാമ്പിൾ വെഹിക്കിൾ ആണെങ്കിൽ വെഹിക്കിളിൻ്റെ RC, അല്ലെങ്കിൽ വീടാണെങ്കിൽ വീടിൻ്റെ ആധാരം, ഇതൊക്കെ ആര് കൈവശം വെച്ചിട്ടുണ്ടാവും? ക്രെഡിറ്റർ കൈവശം വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിന് ശേഷം ആ ഒരു എമൗണ്ട് പേ ചെയ്തിട്ടില്ലെങ്കിൽ ആര് പേ ചെയ്യേണ്ടി വരും? ഗ്യാരണ്ടർ അല്ലെങ്കിൽ ഷുവറിറ്റി ആ ഒരു എമൗണ്ട് പേ ചെയ്യുന്നു. ഷുവറിറ്റി എമൗണ്ട് ക്രെഡിറ്ററിന് പേ ചെയ്താൽ ക്രെഡിറ്ററിൻ്റെ കൈവശമുള്ള പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ ഡോക്യുമെൻറ്റ്സുകളൊക്കെ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ഷുവറിറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതാണ് റൈറ്റ് ടു ക്ലെയിം സെക്യൂരിറ്റി. അടുത്താണ് റൈറ്റ് ടു ക്ലെയിം സെറ്റ് ഓഫ്. ഷുവറിറ്റിൻ്റെ ഒരു അവകാശമാണെന്ത്? പ്രിൻസിപ്പൽ ഡെപ്റ്റർ പേ ചെയ്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് വരുത്തിയാൽ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് വേണ്ടിയിട്ട് പേ ചെയ്യാനുള്ള അവകാശം ഉണ്ട്. റൈറ്റ് ടു ക്ലെയിം സെറ്റ് ഓഫ്, ക്ലെയിം സെറ്റ് ഓഫ് ചെയ്യാനുള്ള അവകാശം ഗ്യാരണ്ടറിനുണ്ട്, ഷുവറിറ്റിക്കുണ്ട്. അടുത്താണ് റൈറ്റ് ടു ഷെയർ റിഡക്ഷൻ. ഓക്കെ, ഏതെങ്കിലും തരത്തിലുള്ള റിഡക്ഷൻ ഒക്കെ അത് കമ്പനി ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ക്രെഡിറ്ററിന് നിന്ന് ലഭിക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്കൗണ്ട് റിഡക്ഷനുകളൊക്കെ എന്ത് ചെയ്യാം? ആർക്ക് വാങ്ങാം? ഗ്യാരണ്ടറിന് വാങ്ങിയെടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്താണ് റൈറ്റ് ഓഫ് ദ ഷുവറിറ്റി അഗെയിൻസ്റ്റ് ദ കോ ഷുവറിറ്റി. കോ ഷുവറിറ്റിയിൽ നിന്ന് ഷുവറിറ്റിക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് കോ ഷുവറിറ്റി എന്ന് വെച്ചാൽ. കോ ഷുവറിറ്റി എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഷുവറിറ്റി ഉണ്ടാവുന്ന സാഹചര്യത്തെയാണ് കോ ഷുവറിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ബാങ്കിൽ നിന്ന് ഒരു ഡെപ്റ്റർ ഒരു 100 കോടി രൂപ കടമെടുക്കുകയാണ്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു എമൗണ്ടാണ്.
ഓക്കെ, അതുകൊണ്ട് തന്നെ ബാങ്ക് ഒരു ഷുവറിറ്റി അല്ലെങ്കിൽ ഒരാളെ ജാമ്യത്തിലൊന്നും ബാങ്ക് അത്രയും വലിയൊരു ട്രാൻസാക്ഷൻ ചെയ്തു തരില്ല. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്ക് എന്ത് പറയും, ഒന്നിൽ കൂടുതൽ ഷുവറിറ്റിനെ വേണമെന്ന് പറയും, 3 or 4 ഷുവറിറ്റിനെ വേണമെന്ന് പറയും. ഓക്കെ, അങ്ങനെ ഒന്നിൽ കൂടുതൽ ഷുവറിറ്റിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോ ഷുവറിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ കോ ഷുവറിറ്റിയിൽ നിന്ന് ഷുവറിറ്റിക്ക് എന്തൊക്കെ അവകാശമുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, റൈറ്റ് ടു കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഈക്വൽ കോൺട്രിബ്യൂഷൻ. ഫോർ എക്സാമ്പിൾ, ഡെപ്റ്റർ എന്ത് ചെയ്തില്ല, ക്യാഷ് നമ്മൾ പറഞ്ഞിട്ടില്ല, ആ ഒരു 10 കോടി രൂപ ബാങ്കിന് പേ ചെയ്തിട്ടില്ലെങ്കിൽ 2 ഷുവറിറ്റി ഉണ്ടെങ്കിൽ 2 ഷുവറിറ്റിയും ഈക്വലായിട്ട് എന്ത് ചെയ്യണം, കോൺട്രിബ്യൂഷൻ കൊണ്ടുവരണം. അതായത് 5 കോടി രൂപ ഒരു ഷുവറിറ്റി പേ ചെയ്യണം ബാങ്കിന്, അതേപോലെ തന്നെ 5 കോടി രൂപ മറ്റൊരു ഷുവറിറ്റി എന്ത് ചെയ്യണം, പേ ചെയ്യണം. അങ്ങനെ ഈക്വലായിട്ട് എന്ത് ചെയ്യാം, കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. അടുത്താണ് റൈറ്റ് ടു ഷെയർ ബെനിഫിറ്റ് ഓഫ് സെക്യൂരിറ്റി. ഓക്കെ, അഥവാ പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ അമൗണ്ട് അല്ലെങ്കിൽ ലിയബിലിറ്റി ഗ്യാരണ്ടർ സെറ്റ് ഓഫ് ചെയ്താൽ സ്വാഭാവികമായിട്ടും ക്രെഡിറ്റർ എന്ത് ചെയ്യും, പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആർക്ക്, ഗ്യാരണ്ടറിന് അല്ലെങ്കിൽ ഷുവറിറ്റിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് ഈക്വലായിട്ട് ഷെയർ ചെയ്യാനുള്ള അവകാശം ഉണ്ട്. അടുത്താണ് ലയബിലിറ്റി ഓഫ് കോ ഷുവറിറ്റി ബൗണ്ട് ഇൻ ഡിഫറെൻറ്റ് സംസ്. Where the co-surety have agreed to guarantee different sum, they have to contribute equally to subject the maximum amount guaranteed by each one. ഓക്കെ, ചില സാഹചര്യങ്ങളിൽ ഡിഫറെൻറ്റ് സമ്മിലാണ് എന്തേത് ഗ്യാരണ്ടി നിന്നിട്ടുള്ളതെങ്കിൽ, ഫോർ എക്സാമ്പിൾ 10 കോടി രൂപ ഒരു ബാങ്കിൽ നിന്ന് പ്രിൻസിപ്പൽ ഡെപ്റ്റർ കടമെടുത്തു. 2 ഷുവറിറ്റി ഉണ്ട്. ഒരു ഷുവറിറ്റി പറയുന്നത് അതിൻ്റെ 60% ഗ്യാരണ്ടി ഒരു ഷുവറിറ്റി നിന്നു, 40% മറ്റൊരു ഷുവറിറ്റിയും ഗ്യാരണ്ടി നിന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു 10 കോടി രൂപയുടെ 60% 6 ലക്ഷം രൂപ മാത്രമേ ഒന്നാമത്തെ ഷുവറിറ്റിക്ക് ലാബിലിറ്റി ഉള്ളൂ. രണ്ടാമത്തെ ഷുവറിറ്റിക്ക് ലാബിലിറ്റി 10 കോടി രൂപയുടെ 40% അഥവാ 4 കോടി രൂപ മാത്രമാണ് രണ്ടാമത്തെ ഷുവറിറ്റിക്ക് ബാധ്യതയുള്ളൂ. അടുത്താണ് എഫക്റ്റ് ഓഫ് റിലീസ് ഓഫ് എ ഷുവറിറ്റി. ഓക്കെ, ഇനി ക്രെഡിറ്റർ ഏതെങ്കിലും ഒരു ഷുവറിറ്റിയെ മാത്രം എന്ത് ചെയ്യാൻ പാടില്ല, കോ ഷുവറിറ്റി ഉണ്ടെങ്കിൽ ക്രെഡിറ്ററിന് ഒരു ഷുവറിറ്റീനെ മാത്രം റിലീസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അഥവാ ഒരു ഷുവറിറ്റിനെ റിലീസ് ചെയ്താൽ, അഥവാ ബാങ്ക് പറയുകയാണ് ഇനി ഗ്യാരണ്ടീൻ്റെ ആവശ്യമില്ല, ഒരു ഷുവറിറ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ 3-4 ഷുവറിറ്റി ഉണ്ടെങ്കിൽ ഒരു ഷുവറിറ്റിനെ മാത്രം ബാങ്കിന് എന്ത് ചെയ്യാൻ പാടില്ല, റിലീസ് ചെയ്യാൻ പാടില്ല. 3 ഷുവറിറ്റിനെയും ഒരുമിച്ച് എന്ത് ചെയ്യാൻ പാടുള്ളൂ, റിലീസ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് റൈറ്റ് ഓഫ് ദ ഷുവറിറ്റി അഗെയിൻസ്റ്റ് കോ ഷുവറിറ്റി. ഫസ്റ്റ് വൺ, റൈറ്റ് ടു കോൺട്രിബ്യൂഷൻ. സെക്കൻഡ് വൺ, റൈറ്റ് ടു ഷെയർ ബെനിഫിറ്റ് ഓഫ് സെക്യൂരിറ്റി. തേർഡ് വൺ, ലയബിലിറ്റി ഓഫ് കോ ഷുവറിറ്റി ബൗണ്ട് ഇൻ ഡിഫറെൻറ്റ് സംസ്. ഫോർത്ത് വൺ, എഫക്റ്റ് ഓഫ് റിലീസ് ഓഫ് എ ഷുവറിറ്റി. അടുത്താണ് ഡിസ്ചാർജ് ഓഫ് ഷുവറിറ്റി ഫ്രം ലയബിലിറ്റി. ഒരു ഷുവറിറ്റി എങ്ങനെയാണ് അതിൻ്റെ ബാധ്യതയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നത്, അതിൽ നിന്ന് റിലീസ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, റിവോക്കേഷൻ ഓഫ് ദ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ത് ചെയ്യുക, റദ്ദാക്കിയാൽ ആ ഷുവറിറ്റിക്ക് പിന്നെ അതിന്മേൽ എന്തുണ്ടാവില്ല, ലയബിലിറ്റി ഉണ്ടാവില്ല. രണ്ടാമത്തത് കണ്ടക്ട് ഓഫ് ദ ക്രെഡിറ്റർ. തേർഡ് വൺ, ഇൻവാലിഡേഷൻ ഓഫ് ദ കോൺട്രാക്ട്. ഇങ്ങനെ 3 കാര്യങ്ങളാണുള്ളത്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. വൺ, ഡിസ്ചാർജ് ഓഫ് ഷുവറിറ്റി ബൈ റിവോക്കേഷൻ. റിവോക്കേറ്റ് ചെയ്തിട്ട് എങ്ങനെ ഷുവറിറ്റി ഡിസ്ചാർജ് ആവുക എന്നുള്ളത് നോക്കാം, അഥവാ റദ്ദാവുക, എങ്ങനെയാണ് കോൺട്രാക്റ്റ് റദ്ദാക്കുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, റിവോക്കേഷൻ ബൈ ഗിവിങ് നോട്ടീസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു നോട്ടീസ് കൊടുക്കുക. ആര്, ഷുവറിറ്റി ക്രെഡിറ്റർക്ക് എന്ത് ചെയ്യുക, ഒരു നോട്ടീസ് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു ഗ്യാരണ്ടി എന്നുള്ളതിൽ നിന്ന് ഷുവറിറ്റി ആയ ഞാൻ പിന്മാറുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് ക്രെഡിറ്റർക്ക് സെൻഡ് ചെയ്യുക. ഒപ്പം തന്നെ പ്രിൻസിപ്പൽ ഡെപ്റ്റർക്കും സെൻഡ് ചെയ്യുക. സെക്ഷൻ 130 130 ഇതിനെക്കുറിച്ച് പറയുന്നത്. അടുത്താണ് റിവോക്കേഷൻ ബൈ ഡെത്ത്. ഇനി എന്ത് ചെയ്യുക, ഷുവറിറ്റി മരണം സംഭവിച്ചാൽ സെക്ഷൻ 131 പ്രകാരം ഷുവറിറ്റി മരിച്ചു പോയാൽ അവിടെ എന്തായും, ആ ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഡിസ്ചാർജ് ആയിപ്പോവും. അടുത്താണ് റിവോക്കേഷൻ ബൈ നോവേഷൻ. Novation, a surety is discharged when a new contract of guarantee is substituted for an old one. ഓക്കെ, ഒരു നിലവിലെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിക്ക് പകരം പുതിയ ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ജനറേറ്റ് ചെയ്താൽ പഴയ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, റദ്ദായിട്ട്
അടുത്താണ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ ദ കണ്ടക്ട് ഓഫ് ദ ക്രെഡിറ്റർ. ക്രെഡിറ്ററിൻ്റെ കണ്ടക്ട് അല്ലെങ്കിൽ ക്രെഡിറ്ററിൻ്റെ ആക്ടിവിറ്റി മുഖാന്തരം എങ്ങനെ ഷുവർട്ടിക്ക് കോൺട്രാക്റ്റിൽ നിന്ന് ഡിസ്ചാർജ് ആവാം എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ബൈ വേരിയൻസ് ഇൻ ടേംസ് ഓഫ് കോൺട്രാക്ട്. സെക്ഷൻ 133 സെക്ഷൻ 133 പ്രകാരം ഗ്യാരണ്ടറിൻ്റെ സമ്മതം കൂടാതെ, ഗ്യാരണ്ടറിൻ്റെ അനുമതി കൂടാതെ ക്രെഡിറ്റർ കോൺട്രാക്റ്റിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ ആ ഒരു സമയത്ത് ഷുവർട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് ഡിസ്ചാർജ് ആവാം, റിമൂവ് ആവാം. രണ്ടാമത്താണ് ബൈ റിലീസ് ഓർ ഡിസ്ചാർജ് ഓഫ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ക്രെഡിറ്റർ പ്രിൻസിപ്പൽ ഡെപ്റ്ററിനെ റിലീസാക്കി, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഗ്യാരണ്ടറും ഓട്ടോമാറ്റിക്കലി ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് റിലീസാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എന്ത് ചെയ്തു, 10 ലക്ഷം രൂപ കടം കൊടുത്തു. എക്സാമ്പിൾ, കടം കൊടുത്ത ആളെ നമ്മൾ ക്രെഡിറ്റർ എന്ന് വിളിക്കും, കടം വാങ്ങിയ ആളെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് വിളിക്കും. അവിടെ ഒരു ഗ്യാരണ്ടറും ഉണ്ട്. ഓക്കെ, ക്രെഡിറ്റർ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പ്രിൻസിപ്പൽ ഡെപ്റ്ററോട് പറയുകയാണെന്ത്, നിങ്ങൾ വാങ്ങിയിട്ടുള്ള 10 ലക്ഷം രൂപ ഇനി നിങ്ങൾ തിരിച്ചു തരണ്ട, ഒരു ഫ്രണ്ടാണ്, തിരിച്ചു തരണ്ട എന്ന് പറയാണ്. ഓക്കെ, ആ ഒരു സമയത്ത് ക്രെഡിറ്റർ എന്ത് ചെയ്തു, പ്രിൻസിപ്പൽ ഡെപ്റ്ററിനെ റിലീസ് ചെയ്തു. അപ്പോൾ പിന്നെ അവിടെ ഗ്യാരണ്ടറിൻ്റെ ആവശ്യമുണ്ടോ? ഗ്യാരണ്ടറും സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലായിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യും, റിലീസായിട്ട് പോകും. ഇതാണ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ ദ കണ്ടക്ട് ഓഫ് ദ ക്രെഡിറ്റർ. നാലാമത്താണ് ക്രെഡിറ്റേഴ്സ് ആക്ട് ഓർ ഒമിഷൻ ഇംപാരിങ് ഷുവർട്ടീസ് ഇവൻച്വൽ റെമഡി. ഓക്കെ, സെക്ഷൻ 139 ഇതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ക്രെഡിറ്റർ എന്ത് ചെയ്യുക, ഗ്യാരണ്ടറിനെ അല്ലെങ്കിൽ ഷുവർട്ടിയുടെ അവകാശങ്ങളെ മാനിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി ചെയ്താൽ സ്വാഭാവികമായിട്ടും ഷുവർട്ടിക്ക് ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് റിമൂവ് ആവാവുന്നതാണ്, ഡിസ്ചാർജ് ആവാവുന്നതാണ്. അടുത്താണ് ബൈ ലോസ് ഓഫ് സെക്യൂരിറ്റി. പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ സെക്യൂരിറ്റി ക്രെഡിറ്ററിൽ നിന്ന് മിസ്സാവുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ ഗ്യാരണ്ടർക്കും വേണമെന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റിൽ നിന്ന് ഡിസ്ചാർജ് ആവാവുന്നതാണ്. അടുത്താണ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ ഇൻവാലിഡേഷൻ ഓഫ് കോൺട്രാക്ട്. മൂന്നാമത്തെ ടൈപ്പാണ്. കോൺട്രാക്റ്റ് ഇൻവാലിഡേറ്റ് ചെയ്താൽ അഥവാ കോൺട്രാക്റ്റ് വാലിഡേഷൻ നഷ്ടപ്പെട്ടാലും എന്ത് ചെയ്യാം, ഷുവർട്ടിക്ക് കോൺട്രാക്റ്റിൽ നിന്ന് ഡിസ്ചാർജ് ആവാം. അത് ഏതൊക്കെ സാഹചര്യം നോക്കാം. ഫസ്റ്റ് വൺ, ഗ്യാരണ്ടി ഒബ്റ്റൈൻഡ് ബൈ മിസ്റെപ്രസെൻറ്റേഷൻ. ഓക്കെ, പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഈ ഒരു കോൺട്രാക്റ്റിലേക്ക് ഗ്യാരണ്ടറിനെ അല്ലെങ്കിൽ ഷുവർട്ടീനെ എൻ്റർ ചെയ്യിപ്പിച്ചിട്ടുള്ളത് മിസ്റെപ്രസെൻറ്റേഷൻ, എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ്. ഓക്കെ, അതായത് കാര്യങ്ങൾ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അങ്ങനെ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാതെയാണ് ഗ്യാരണ്ടറിനെ ഈ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. മിസ്റെപ്രസെൻറ്റേഷൻ, തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഗ്യാരണ്ടറിനെ അല്ലെങ്കിൽ ഷുവർട്ടിനെ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, വാലിഡ് അല്ല, ഇൻവാലിഡ് ആണ്. അടുത്താണ് ഗ്യാരണ്ടി ഒബ്റ്റൈൻഡ് ബൈ കൺസീൽമെൻറ്റ്. ഓക്കെ, അതായത് വ്യക്തമായിട്ട് ഏതെങ്കിലും ഒരു കാര്യം മറച്ചു വെച്ചിട്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേഷൻ 3 പാർട്ടീസും തമ്മിൽ നടത്തണമെന്നുള്ളത്. ഇതിലേതെങ്കിലും ഒരു കാര്യം മറച്ചു വെച്ചിട്ടാണ് ഗ്യാരണ്ടറിനെ അല്ലെങ്കിൽ ഷുവർട്ടിനെ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യിപ്പിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു കോൺട്രാക്റ്റ് എന്താവും, ഇൻവാലിഡ് ആവും. സ്വാഭാവികമായിട്ടും ഇൻവാലിഡ് ആവുമ്പോൾ ഗ്യാരണ്ടർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുവർട്ടിക്ക് ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് റിവോക്ക് ചെയ്യാം. അടുത്താണ് ഫെയിലർ ഓഫ് പേഴ്സൺ ടു ജോയിൻ ആസ് കോ ഷുവർട്ടി. സെക്ഷൻ 144 ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഷുവർട്ടി, 2 ഷുവർട്ടി ഉള്ള ഒരു കേസിൽ ഏതെങ്കിലും ഒരു ഷുവർട്ടി കോൺട്രാക്റ്റിൽ പാർട്ടി ആവാൻ താല്പര്യപ്പെടാതെ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഷുവർട്ടിക്കും കോൺട്രാക്റ്റിൽ നിന്ന് എന്ത് ചെയ്യാം, മാറി നിൽക്കാവുന്നതാണ്, ഡിസ്ചാർജ് ആവാവുന്നതാണ്. അടുത്താണ് ഫെയിലർ ഓഫ് കൺസിഡറേഷൻ. സ്വാഭാവികമായിട്ടും ഒരു ഗ്യാരണ്ടറിനെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഫിക്സ് ചെയ്യുമ്പോൾ, കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഗ്യാരണ്ടർ അല്ലെങ്കിൽ ഷുവർട്ടിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ ഉണ്ട്. ഓക്കെ, പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഒരു സം ഓഫ് എമൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ മാത്രമേ ഒരു ഗ്യാരണ്ടറിനെ അല്ലെങ്കിൽ ഷുവർട്ടിയെ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയുള്ളൂ. അഥവാ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഷുവർട്ടിക്ക് കൺസിഡറേഷൻ കൊടുക്കണം ഈ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിന്. ഇങ്ങനെ കൺസിഡറേഷൻ പേ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ഗ്യാരണ്ടറിനെ അല്ലെങ്കിൽ ഷുവർട്ടിക്ക് കോൺട്രാക്റ്റിൽ നിന്ന് എന്ത് ചെയ്യാം, ഡിസ്ചാർജ് ആവാവുന്നതാണ്. അടുത്താണ് ലാക്ക് ഓഫ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഒരു വാലിഡ് കോൺട്രാക്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിക്ക് നിർബന്ധമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു കാര്യം വാലിഡ് അല്ലാത്ത ഒരു വാലിഡ് കോൺട്രാക്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലാത്തൊരു കോൺട്രാക്റ്റാണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഗ്യാരണ്ടറിന് അഥവാ ഷുവർട്ടിക്ക് കോൺട്രാക്റ്റിൽ നിന്ന് ഡിസ്ചാർജ് ആവാവുന്നതാണ്.
അടുത്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് പാർട്ടീസ്. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ എത്ര പാർട്ടീസ് ഉണ്ട്? 2 പാർട്ടീസേ ഉള്ളൂ. ഒന്ന് ഇൻഡെംനിഫയറും ഇൻഡെംനിഫൈഡും. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ 3 പാർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ക്രെഡിറ്റർ ഉണ്ടാവും, പ്രിൻസിപ്പൽ ഡെപ്റ്ററും ഉണ്ടാവും, ഷുവറിറ്റി. ഇങ്ങനെ 3 പാർട്ടീസാണുള്ളത്. അടുത്താണ് നമ്പർ ഓഫ് കോൺട്രാക്ട്സ്. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ ദർ ഈസ് ഓൺലി 1 കോൺട്രാക്ട്, ഒരൊറ്റ കോൺട്രാക്ട് മാത്രമേ ഉള്ളൂ. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ 3 കോൺട്രാക്റ്റുകളുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് പ്രിൻസിപ്പൽ ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ക്രെഡിറ്ററും ഷുവറിറ്റിയും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഷുവറിറ്റിയും പ്രിൻസിപ്പൽ ഡെപ്റ്ററും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവും. ഇങ്ങനെ 3 കോൺട്രാക്റ്റുകൾ ഉണ്ടാവും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ. അടുത്താണ് നാച്ചർ ഓഫ് ലാബിലിറ്റി. ലാബിലിറ്റി ഓഫ് ഇൻഡെംനിഫയർ ഈസ് പ്രൈമറി ആൻഡ് അൺകണ്ടീഷണൽ. ഓക്കെ, ഇൻഡെംനിഫയറിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് പ്രൈമറി ആണ്, അതുപോലെ തന്നെ കണ്ടീഷണൽ അല്ല, അൺകണ്ടീഷണലാണ്. ഓക്കെ, അടുത്താണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ കണ്ടീഷണൽ അല്ലെങ്കിൽ സെക്കൻഡറി ലാബിലിറ്റി മാത്രമേ ഉള്ളൂ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ ഷുവറിറ്റിക്ക്. ഓക്കെ, അഥവാ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഫെയിലായാൽ മാത്രമേ ഷുവറിറ്റിക്ക് എന്ത് ചെയ്തുള്ളൂ, ലാബിലിറ്റി പേ ചെയ്യേണ്ടതുള്ളൂ. പ്രൈമറി ലാബിലിറ്റി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ ആണ്. ഗ്യാരണ്ടർക്ക് സെക്കൻഡറി ലാബിലിറ്റി മാത്രമേ ഉള്ളൂ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്താണ് റിക്വസ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ എ ഇൻഡെംനിഫയർ ടു ആക്ട് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ ഇൻഡെംനിഫൈഡ്. ഇവിടെ റിക്വസ്റ്റിൻ്റെ ആവശ്യമില്ല. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് റിക്വസ്റ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ എന്ത് വേണം? റിക്വസ്റ്റ് വേണം. ഓക്കെ, ഒരു റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഷുവറിറ്റി ഈ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുള്ളൂ. അഥവാ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഷുവറിറ്റിയെ റിക്വസ്റ്റ് ചെയ്തിട്ട് കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കണം. അടുത്താണ് എക്സിസ്റ്റൻസ് ഓഫ് റിസ്ക്. ഓക്കെ, ദ ലാബിലിറ്റി ഓഫ് ഇൻഡെംനിഫയർ അറൈസസ് ഓൺലി ഓൺ ദ ഹാപ്പനിങ് ഓഫ് കണ്ടിൻജൻസി. നമ്മൾ പറഞ്ഞിട്ടുള്ള കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഒരു കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് ആണെന്നുള്ളത്. അഥവാ ഒരു ഫ്യൂച്ചറിൽ ഒരു കാര്യം സംഭവിച്ചാൽ മാത്രമേ ആ ഒരു ബാധ്യത ഇൻഡെംനിഫയറിന് ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെഹിക്കിൾ ഇൻഷുറൻസിൻ്റെ കാര്യം. വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മളൊരു പോളിസി എടുക്കുന്ന സമയത്ത് ഒരു പ്രശ്നവുമില്ല. ഇനി വാഹനം ഇടിച്ചാൽ മാത്രമേ, ആക്സിഡൻ്റ് ആയാൽ മാത്രമേ നഷ്ടപരിഹാരം ഇൻഡെംനിറ്റി ഹോൾഡറിന് പേ ചെയ്യേണ്ടതുള്ളൂ. അഥവാ അത് വാഹനം ഇടിക്കുക, ആക്സിഡൻ്റ് ആവുക എന്നുള്ളത് എന്താണ്? കണ്ടിൻജൻ്റ് ആണ്. സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിക്കൂല. ഒരു ചാൻസ് ഉണ്ട്, സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം സംഭവിക്കും, ചില സമയങ്ങളിൽ സംഭവിക്കൂല. അതുകൊണ്ടാണ് കണ്ടിൻജൻ്റ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ഈ ഒരു കണ്ടിൻജൻ്റ് ആക്ടിവിറ്റി ഹാപ്പൻ ചെയ്താൽ മാത്രമേ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ റിസ്ക് ഉള്ളൂ. പക്ഷേ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എങ്ങനെയാണെന്ന് നോക്കാം. There is an existing liability of performance which is guaranteed by the surety. ഓക്കെ, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ ഒരു നിലനിൽക്കുന്ന ഒരു ലാബിലിറ്റി ഉണ്ട് ഷുവറിറ്റിക്ക്. അഥവാ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആ ഒരു കാര്യം, ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു പെർഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ഗ്യാരണ്ടർക്ക് ലാബിലിറ്റി ഉണ്ട്. അടുത്താണ് റൈറ്റ് ഓഫ് പാർട്ടീസ്. ഇൻഡെംനിഫയർ cannot brings a suit against a third party in his own name unless there is a assignment of claim in his favor. ഓക്കെ, പാർട്ടീസിൻ്റെ അവകാശം ഇൻഡെംനിഫയറിന് ഒരിക്കലും എന്തില്ല, ഒരു മൂന്നാമത്തെ പാർട്ടിക്കെതിരെ കേസ് കൊടുക്കാനുള്ള അവകാശം ഇൻഡെംനിറ്റി ഹോൾഡറിന് ഉണ്ടാവില്ല. ഓക്കെ, അടുത്താണ് ഷുവറിറ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തുണ്ട്? ആ ഒരു അവകാശം ഉണ്ടാവുന്നതാണ്. അടുത്താണ് പർപ്പസ്. ദ ഒബ്ജക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ഈസ് ടു പ്രൊവൈഡ് സെക്യൂരിറ്റി അഗെയിൻസ്റ്റ് ലോസ്. ഓക്കെ, കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയുടെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് സെക്യൂരിറ്റി കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തിന് സെക്യൂരിറ്റി കൊടുക്കുകയാണ് ഇൻഡെംനിഫയർ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്താണ് ചെയ്യുന്നത്? The objective of guarantee is to provide security to the creditor against default by the principal debtor. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയും എന്താണ്? ഒരു സെക്യൂരിറ്റി കൊടുക്കുകയാണ്. അഥവാ ക്രെഡിറ്ററിന് ഒരു സെക്യൂരിറ്റി കൊടുക്കുകയാണ്. പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്തെങ്കിലും തരത്തിലൊരു ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ അത് ഞാൻ പേ ചെയ്തോളാം എന്നുള്ളതാണ് ഷുവറിറ്റി പറയുന്നത്. അതുകൊണ്ട് ഇതും എന്താണ്? ഒരു രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി കൊടുക്കുകയാണ്. ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി.